ഹൈക്കോടതി നോട്ടീസ് നൽകും എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ബോബിയെ കുടഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി. നോക്കൂ, റിമാൻഡ് തടവുകാരുടെ കാര്യം നോക്കാൻ നീതിന്യായ വ്യവസ്ഥയുണ്ട്. അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണോ പ്രതി പെരുമാറേണ്ടത്? സീനിയർ അഭിഭാഷകനെ കൂടി പ്രതി അപമാനിച്ചു. 4/8 ഓർഡർ ഹൈക്കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. 4:45 മജിസ്ട്രേറ്റ് കോടതി റിലീസ് ഉത്തരവ് നൽകി. അന്വേഷണം 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകും. ബോബി ചെമ്മണ്ണൂർ നിയമത്തിന് അതീതനല്ല. ബോബി ചെമ്മണ്ണൂരിന് കടുത്ത വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഒരു സീനിയർ അഭിഭാഷകനെ കൂടി പ്രതി അപമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വി രാമൻപിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി എത്തിയത്. മാധ്യമ ശ്രദ്ധയ്ക്കായാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നു. സൈഫുനീസ നമുക്കൊപ്പം ചേരുന്നു. സൈഫുനീസ, കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുതല്ലാത്ത വിമർശനമാണ്. നോക്കൂ, മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയുള്ള നാടകം എന്ന നിലയിലാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ പ്രവൃത്തികളെ വിലയിരുത്തുന്നത്. മാത്രവുമല്ല, നോട്ടീസ് നൽകാൻ പോവുകയാണ്. അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 12 മണിക്കകം വിശദീകരണം നൽകണം, ഇല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച ഹൈക്കോടതി 12 മണിക്കകം വിശദീകരണം നൽകണം, ഇല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കും എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അന്വേഷണം 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകും. അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്നാണ് ഹൈക്കോടതിയുടെ അപ്രീതി ചോദിച്ചു വാങ്ങുകയാണ്. ഹൈക്കോടതിയുടെ വിമർശനം ചോദിച്ചു വാങ്ങുകയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. മാധ്യമ ശ്രദ്ധയ്ക്കായാണോ ബോബി ചെമ്മണ്ണൂർ ഇത് ചെയ്തത്? സൈഫുനീസ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന നിലയിൽ ബോബി ചെമ്മണ്ണൂരിന് കിട്ടിയ ഉപദേശം, ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ഈ ഒരു വിലയ്ക്ക് കൊടുത്ത് വാങ്ങുകയാണ്, ചോദിച്ചു വാങ്ങുകയാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ശ്യാം ദേവരാജ് തന്നെ ചേരുന്നു. ശ്യാം ദേവരാജ, ബോബി വീണ്ടും ജയിലിലേക്ക് പോകാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. 12 മണിക്കുള്ളിൽ വിശദീകരണം നൽകണം, ഇല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് ഹൈക്കോടതി പറയുന്നു. മാത്രവുമല്ല, നോട്ടീസ് നൽകുമെന്ന് പറയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ ശ്യാം ദേവരാജ്? കടുത്ത ഭാഷയിലാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹൈക്കോടതി കുടഞ്ഞത് എന്ന് തന്നെയാണ് ആ കോടതി നടപടികൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങേയറ്റം ശകാരമാണ് ബോബി ചെമ്മണ്ണൂരിന് കിട്ടിയത്. മാത്രവുമല്ല, മുതിർന്ന അഭിഭാഷകനെ അടക്കം അപമാനിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ചെയ്തത് എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ കടുത്ത നിരീക്ഷണങ്ങളാണ്. ഇന്നുച്ചയ്ക്ക് 12 മണിക്കകം അഭിഭാഷകൻ ഹാജരായി ബോബി ചെമ്മണ്ണൂരിന്റെ വിശദീകരണം നൽകണം എന്ന കാര്യമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശം ആ വിശദീകരണം മതിയായതല്ല എങ്കിൽ ജാമ്യം റദ്ദാക്കും എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.